ശ്രീ PSC റാങ്ക് മേക്കർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പുതുക്കിയ സിലബസ് പ്രകാരം രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ന് രസതന്ത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ആസിഡുകളെക്കുറിച്ചാവാം. രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. എന്താണ് ആസിഡുകൾ? രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. എല്ലാ ആസിഡുകളിലും ഉള്ള മൂലകമാണ് ഹൈഡ്രജൻ. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡ് അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡാണ്. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയത് അസറ്റിക് ആസിഡാണ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡാണ്. അങ്ങനെയാണെങ്കിൽ മെഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഫോർമിക് ആസിഡാണ്. റബ്ബർ പാല് കട്ടി കൂട്ടാനായി ചേർക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. ഉറുമ്പ്, തേനീച്ച എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡാണ്. റബ്ബർ പാല് കട്ടി കൂട്ടാൻ ഉപയോഗിക്കുന്നത് ഫോർമിക് ആസിഡാണ്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ള പദാർത്ഥം ആസിഡ്. എല്ലാ ആസിഡുകളിലുമുള്ള മൂലകം ഹൈഡ്രജൻ. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡ് അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡ്. മെഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഫോർമിക് ആസിഡ്. റബ്ബർ പാൽ കട്ടി കൂട്ടാൻ ചേർക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. ഉറുമ്പ്, തേനീച്ച എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏറ്റവും വില കുറഞ്ഞ ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ആസ്പിരിൻ്റെ ശാസ്ത്രീയ നാമം അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അത്ഭുത ഔഷധം എന്ന് അറിയപ്പെടുന്നത് ആസ്പിരിനാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ്. ആണ്. ഡൈനാമിറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്.
സൾഫ്യൂരിക് ആസിഡാണ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആസിഡും സൾഫ്യൂരിക് ആസിഡാണ്. ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ചായങ്ങളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. നിർജ്ജലീകാരിയായി ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഏറ്റവും വില കുറഞ്ഞ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ആസ്പിരിൻ്റെ ശാസ്ത്രീയ നാമം അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നാണ്. അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്നത് ആസ്പിരിനാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ. ഡൈനാമിറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. ചായങ്ങളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. നിർജ്ജലീകാരിയായി ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. ഇനി നൈട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡാണ്. സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. പ്രോട്ടീൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. അക്വാറീജിയ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് അതാണ് നൈട്രിക് ആസിഡ്. അക്വാറീജിയ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡാണ്. അക്വാറീജിയയിൽ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള അംശബന്ധം ഇത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അക്വാറീജിയയിൽ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള അംശബന്ധം 1:3 ആണ്. എത്രയാണ്? 1:3. ഓസ്റ്റ്വാൾഡ് പ്രക്രിയ വഴി നിർമ്മിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. അപ്പം നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. തവിട്ട് നിറമുള്ള കുപ്പികളിലാണ് നൈട്രിക് ആസിഡ് സൂക്ഷിക്കുന്നത്. തവിട്ട് നിറമുള്ള കുപ്പികളിലാണ്. ഏത് കളറിലാണ്? തവിട്ട് നിറമുള്ള കുപ്പികളിൽ എന്താ സൂക്ഷിക്കുന്നത്? നൈട്രിക് ആസിഡ്. ഒന്നുകൂടെ നോക്കാം. വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. അക്വാറീജിയ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. അക്വാറീജിയയിൽ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള അംശബന്ധം 1:3. ഓസ്റ്റ്വാൾഡ് പ്രക്രിയ വഴി നിർമ്മിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. തവിട്ട് നിറമുള്ള കുപ്പികളിൽ സൂക്ഷിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. അക്വാഫോർട്ടീസ് എന്നറിയപ്പെടുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ ശാസ്ത്രനാമം അസ്കോർബിക് ആസിഡ്. ഏറ്റവും വീര്യം കൂടിയ ആസിഡാണ് ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. ഏതാണ്? ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. ഏറ്റവും വീര്യം കുറഞ്ഞ ആസിഡ് പ്രൂസിക് ആസിഡ്. പ്രൂസിക് ആസിഡിൻ്റെ മറ്റൊരു പേര് ഹൈഡ്രോസയാനിക് ആസിഡ്. എന്താണ്? ഹൈഡ്രോസയാനിക് ആസിഡ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് പ്രൂസിക് ആസിഡ്. ഇനി ഹിപ്നോട്ടിസം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ബാർബിറ്റ്യൂറിക് ആസിഡ്. ഏതാണ്? ബാർബിറ്റ്യൂറിക് ആസിഡ്. ഉറക്ക ഗുളികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും
ബാർബിറ്റ്യൂറിക് ആസിഡ് ആണ്. ഉറക്ക ഗുളികകളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ബാർബിറ്റ്യൂറിക് ആസിഡ്. ഹിപ്നോട്ടിസം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ബാർബിറ്റ്യൂറിക് ആസിഡ്. ഉറക്ക ഗുളികളിൽ അടങ്ങിയിരിക്കുന്നത് ബാർബിറ്റ്യൂറിക് ആസിഡ്. ഇനി ഗ്ലാസ് ലയിക്കുന്ന ആസിഡ്, ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഏതാണ്? ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ, ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം, ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഹൈഡ്രജൻ. നമ്മളിപ്പോൾ പറഞ്ഞത് ഒന്നുകൂടെ നോക്കാം. അക്വാഫോർട്ടിസ് എന്നറിയപ്പെടുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോബിക് ആസിഡ്. ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ഫ്ലൂറോ ആന്റിമണിക് ആസിഡ്. ഏറ്റവും വീര്യം കുറഞ്ഞ ആസിഡ് പ്രൂസിക് ആസിഡ്. പ്രൂസിക് ആസിഡിന്റെ മറ്റൊരു പേര് ഹൈഡ്രോസയാനിക് ആസിഡ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് പ്രൂസിക് ആസിഡ്. ഹിപ്നോട്ടിസം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ് ബാർബിറ്റ്യൂറിക് ആസിഡ്. ഉറക്ക ഗുളികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ബാർബിറ്റ്യൂറിക് ആസിഡ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഹൈഡ്രജൻ. ഇനി ആസിഡും കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം, ആസിഡും കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡും കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡും ആൽക്കലിയും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ജലവും ലവണവും ഉണ്ടാവുകയും ചെയ്യുന്ന പ്രവർത്തനം. ആസിഡും ആൽക്കലിയും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ജലവും ലവണവും ഉണ്ടാവുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് നിർവിരീകരണം. എന്താണ് നിർവിരീകരണം? ഒന്നുകൂടെ പറയാം. ആസിഡും ആൽക്കലിയും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ജലവും ലവണങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് നിർവിരീകരണം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡാണ്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. ചുവന്നുള്ളി, തക്കാളി, വാഴപ്പഴം, ചോക്ലേറ്റ്. ചുവന്നുള്ളി, തക്കാളി, വാഴപ്പഴം, ചോക്ലേറ്റ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡാണ്. ഓക്സാലിക് ആസിഡ് ഏതൊക്കെയാണ്? ചുവന്നുള്ളി, തക്കാളി, വാഴപ്പഴം, ചോക്ലേറ്റ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡാണ്. ഏതാണ്? ഓക്സാലിക് ആസിഡ്. പാൽ, തൈര്, മോര്, പാല്, തൈര്, മോര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. പാൽ, തൈര്, മോര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡാണ്. ഏതാണ്? ലാക്റ്റിക് ആസിഡ്. എന്തിലൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? പാൽ, തൈര്, മോര് ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം, മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡ്. മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം അമിനോ ആസിഡ്. ഏറ്റവും മധുരമേറിയ ആസിഡാണ് സുക്രോണിക് ആസിഡ്. ഏറ്റവും മധുരമേറിയ ആസിഡ് സുക്രോണിക് ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡാണ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ്. പുളി, മുന്തിരി, വീഞ്ഞ്, പുളി, മുന്തിരി, വീഞ്ഞ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡാണ്. പുളി, മുന്തിരി, വീഞ്ഞ് ഇവയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാണ്. ആസിഡും കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡും ആൽക്കലിയും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ജലവും ലവണവും ഉണ്ടാകുകയും ചെയ്യുന്ന പ്രവർത്തനം നിർവിരീകരണം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. ചുവന്നുള്ളി, തക്കാളി, ചോക്ലേറ്റ്, വാഴപ്പഴം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. പാൽ, തൈര്, മോര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. മധുരമേറിയ ആസിഡ്, ഏറ്റവും മധുരമേറിയ ആസിഡ് സുക്രോണിക് ആസിഡ്. മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം അമിനോ ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ്. പുളി, മുന്തിരി, വീഞ്ഞ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. നാരങ്ങ, ഓറഞ്ച് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. നാരങ്ങ, ഓറഞ്ച് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. ക്യാരം ബോർഡ് പൗഡർ, ഐവാഷ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ബോറിക് ആസിഡാണ്. ക്യാരം ബോർഡ് പൗഡർ, ഐവാഷ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ബോറിക് ആസിഡ്. വെണ്ണയിലും നെയ്യിലും അടങ്ങിയിരിക്കുന്നത് ബ്യൂട്ടറിക് ആസിഡ്. വെണ്ണയിലും നെയ്യിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ബ്യൂട്ടറിക് ആസിഡ്.
തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാനിക് ആസിഡ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ്. തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാപ്രിക് ആസിഡ്. തേങ്ങയിൽ കാപ്രിക് ആസിഡ്. പുതുക്കിയ PSC സിലബസ് പ്രകാരം രസതന്ത്രത്തിൽ നാം പഠിക്കേണ്ട ഒരു ഭാഗമാണ് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ. അതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് നാം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ മറ്റു സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുകയാണ്. ക്ലാസിൻ്റെ ബാക്കി ഭാഗം തുടരുന്നു. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹ്യൂമിക് ആസിഡ്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹ്യൂമിക് ആസിഡ്. സോഡയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ്. സോഡയിൽ അടങ്ങിയിരിക്കുന്നത് കാർബോണിക് ആസിഡ്. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? യൂറിക് ആസിഡ്. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നത് യൂറിക് ആസിഡാണ്. നെല്ലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫൈറ്റിക് ആസിഡ്. നെല്ലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫൈറ്റിക് ആസിഡ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആസിഡ്. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആസിഡാണ് ബെൻസോയിക് ആസിഡ്. ഏതാണ്? ബെൻസോയിക് ആസിഡ്. എന്തിനാ ഉപയോഗിക്കുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്നത് ആസിഡുകളാണ്. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്നത് ആസിഡുകളാണ്. ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്നത് ബേസുകളാണ്. ആസിഡ് ബേസ് ഇൻഡിക്കേറ്ററായി പ്രവർത്തിക്കുന്ന പദാർത്ഥങ്ങൾ. ആസിഡ് ബേസ് ഇൻഡിക്കേറ്ററായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്. ഏതെല്ലാം? ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. നാരങ്ങ, ഓറഞ്ച് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. കാരംബോർഡ്, ഐവാഷ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ബോറിക് ആസിഡ്. വെണ്ണ, നെയ്യ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ബ്യൂട്ടറിക് ആസിഡ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ്. തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാപ്രിക് ആസിഡ്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹ്യൂമിക് ആസിഡ്. സോഡയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ്. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് യൂറിക് ആസിഡ്. നെല്ലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫൈറ്റിക് ആസിഡ്. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുവരാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആസിഡ് ബെൻസോയിക് ആസിഡ്. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്നത് ആസിഡുകളാണ്. ചുവന്ന ലിറ്റ്മസിനെ നീല നിറമാക്കുന്നത് ബേസുകളാണ്. ആസിഡ് ബേസ് ഇൻഡിക്കേറ്ററായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും.